ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൗരിയെ രക്ഷിച്ചതിന് ശേഷം ഗംഗ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എന്നിട്ട് മാളുവിന് മരുന്നെല്ലാം കൊടുത്ത് മാളുവിനോട് കിടന്നുറങ്ങിക്കോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഗൗരി മാളുവിനെ കാണാൻ വരികയാണ്. എന്നിട്ട് ഗംഗയോട് പറയും, ഗംഗ എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ മാളു വിചാരിക്കും ഗംഗയ്ക്ക് വട്ടായെന്ന്. ഞാൻ മാളുവിനെ ഒന്ന് കാണാൻ വന്നതാണ്. ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഗംഗ ഒന്ന് മാളുവിൻ്റെ അടുത്തിരിക്കുമോ? എനിക്ക് ഗംഗയിലൂടെ അവളെ ഒന്ന് തൊടാലോ. ഇത് കേട്ടതും ഗംഗ മാളുവിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് കേട്ടോ. ആ സമയം ഗൗരി ഗംഗയിൽ പ്രവേശിച്ച് മാളുവിന് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ഉറക്കുകയാണ്. എന്നിട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാളു ഇറങ്ങിക്കഴിയുമ്പോൾ ഗംഗ ഗൗരിയോട് പറയും, മാളുവിനെ കാണാതായത് മുതൽ ഞാൻ ചേച്ചിയെ വിളിച്ചതായിരുന്നു. ചേച്ചി വരാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതാണ് വട്ടത്തിരിയെ കണ്ടതും പ്രശ്നം മനസ്സിലാക്കി ഞാൻ ഇല്ലിമല കാട്ടിലേക്ക് വന്നതും. അപ്പോൾ ഗൗരി പറയും, നീ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നേക്കുമായിട്ട് ആ മരത്തിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയേണ്ടി വന്നേനെ. അപ്പൊ ഗംഗ പറയും, അതൊന്നും സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല ചേച്ചി. അപ്പോഴാണ് മഹി അവിടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് ചോദിക്കും, ഗംഗ ആരോടെ ഈ സംസാരിക്കുന്നത്? അപ്പൊ ഗംഗ പറയും, എൻ്റെ സങ്കടങ്ങളൊക്കെ ശ്രീ മഹേശ്വരനോട് പറയുകയായിരുന്നു മഹിയേട്ടാ ഞാൻ. എന്നിട്ട് മുത്തശ്ശിക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് കേട്ടോ മഹി. അങ്ങനെ അവ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പോലീസും വക്കീലും ഗോകുലും ഗൗരിയുടെ അമ്മയും കൂടെ അവിടേക്ക് വരുന്നത്. എന്നിട്ട് വക്കീൽ മഹിയോട് പറയും, നിങ്ങളുടെ കുഞ്ഞിനെ കുട്ടിയുടെ അമ്മ വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാനുള്ള കോർട്ട് ഓർഡറാണിത്. നിങ്ങളുടെയും പുതിയ ഭാര്യയുടെയും കൂടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമല്ല എന്നും കുട്ടിയുടെ ജീവന് ആപത്തുണ്ടാകുമെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം മഹി പറയും, എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു നുണയുണ്ടാക്കി അത് കോടതിയെ ബോധിപ്പിച്ച് ഒരു ഓർഡർ ഉണ്ടാക്കി വന്നാലേ അതനുസരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അപ്പം ഗംഗ പറയും, ദയവ് ചെയ്ത് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. മാളു വീണതിൻ്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അതിൻ്റെ കൂടെ ഞങ്ങളുടെ അടുത്ത് നിന്ന് മാളുവിൻ്റെ കൂടെ കൊണ്ടുപോയാൽ മോൾക്കത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഗൗരിയുടെ അമ്മ ചോദിക്കും, അത് പറയാൻ നീ കുഞ്ഞിൻ്റെ ആരാടി? ഞാൻ കുഞ്ഞിൻ്റെ മുത്തശ്ശിയാണ്. എൻ്റെ മോൻ മാളുവിൻ്റെ അമ്മാവനും. മഹിക്ക് അച്ഛൻ്റെ സ്ഥാനം ഉള്ളത് കൊണ്ട് അവൻ പറയുന്നത് കേട്ട് നിന്ന് വരും. ആരും അല്ലാതെ വന്ന വീട്ടിൽ വേലയ്ക്ക് വന്നവള് ഞങ്ങൾ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ ഞങ്ങളത് കേട്ടു നിൽക്കില്ല. അപ്പോൾ ഗോകുൽ പറയും, നമ്മൾ എന്തിനാണ് അമ്മ ഇവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്? കുഞ്ഞിനെ എടുക്ക്, നമുക്ക് പോകാം. ഇത് കേട്ടത് മഹി ഗോകുലിന്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കും, അതിനുള്ള ധൈര്യം നിനക്കുണ്ടോടാ? നീ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ SI സാറ് മഹിയെ പിടിച്ച് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, കൺട്രോൾ യുവർ സെൽഫ്. അവർ കോർട്ട് ഓർഡർ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരെ തടഞ്ഞാലേ കോടതി അലക്ഷ്യം വരും. അവർക്ക് കുഞ്ഞിനെ കൊടുക്കാനാണ് നിർദ്ദേശം. തൽക്കാലം നിങ്ങളതനുസരിച്ചേ പറ്റൂ. അപ്പോൾ മാള് പറയും, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും വരില്ല. അപ്പോൾ ഗൗരിയുടെ അമ്മ പറയും, മാള് വന്നേ പറ്റൂ. ഇനിയും മോള് ഇവിടെ നിന്നാൽ ഇവർ നിന്നെ ഏതെങ്കിലും പാതാള കിണറ്റിൽ എറിഞ്ഞു കൊല്ലും. അപ്പോൾ ഗംഗ ഗൗരിയുടെ അമ്മയുടെ കാല് പിടിക്കാൻ കേട്ടോ. എന്നിട്ട് പറയും, പ്ലീസ് മാളുവിനെ കൊണ്ടുപോകരുത്. ഇതൊക്കെ കാണുമ്പോൾ ഗൗരി വിചാരിക്കും, ഇതിൽ ഞാൻ ഇടപെട്ടാൽ കുറ്റം മുഴുവൻ മഹിയേട്ടൻ്റെയും ഗംഗയുടെയും തലയിൽ വീഴും. പിന്നെ മാളുവിനെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാവും. എനിക്കൊന്നും ചെയ്യാൻ പറ്റാതായല്ലോ. അപ്പോഴേക്കും ഗൗരിയുടെ അമ്മ കുഞ്ഞിനെ ബലമായി എടുത്ത് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. വീട്ടിൽ തിരിച്ചെത്തിയ മാളു ഗൗരിയുടെ അമ്മയോട് പറയും, എന്നെ വിട്, എനിക്ക് അച്ഛനെയും ഗംഗയെയും കാണണം. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഗോകുൽ പറയും, ഇനി മുതൽ ഇതാണ് മാളുവിൻ്റെ വീട്. അപ്പോൾ മാളു പറയും, അല്ല, ഇതെൻ്റെ വീടല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി. ഇവിടെ എൻ്റെ ആരുമില്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെയും ഗംഗയുടെ അടുത്ത് പോകണം. അപ്പോൾ ഗോകുൽ പറയും, എന്തിനാ മാളു ഇങ്ങനെ വാശി പിടിക്കുന്നത്? കരഞ്ഞിട്ടേ ഒരു കാര്യമില്ല. ഇനി മുതൽ ഇതാണ് മാളുവിൻ്റെ വീട്. അപ്പോൾ മാളു പറയും, അല്ല, ഞാൻ ഇവിടെ നിൽക്കില്ല. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട്. അപ്പോൾ ഗൗരിയുടെ അമ്മ പറയും, മോളിങ്ങനെ അമ്മമ്മയെ വിഷമിപ്പിക്കരുത്. ഞാൻ മോളെ പൊന്നുപോലെ നോക്കാം. വേണ്ട, ഗംഗ എന്നെ നോക്കിക്കോളും. ഗംഗയാണ് ഇപ്പോൾ എൻ്റെ അമ്മ. അല്ല, ഗംഗ മോളുടെ ആരുമല്ല. അവരുടെ കൂടെ നിന്നാലേ അവരെല്ലാം കൂടെ മോളെ വിഷമിപ്പിക്കും. അത് മോളുടെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ സങ്കടമാവും. അപ്പോൾ മാള് പറയും, ഇല്ല, എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഗംഗയുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പ്ലീസ്, ഞാൻ പോട്ടെ. എന്നെ കണ്ടില്ലെങ്കിലേ ഗംഗയ്ക്കും അച്ഛനൊക്കെ അത് വലിയ വിഷമാവും. അപ്പോൾ ഗോകുൽ പറയും, ഇല്ല, നിന്റെ അച്ഛനെ നിന്നെ ഇഷ്ടമൊന്നുമല്ല. അതുകൊണ്ടാണ് വേറെ കല്യാണം കഴിച്ചത്. ഇനി അവനെ നിന്നെ സ്നേഹിക്കാനോ നോക്കാനോ ഒന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ മാള് പറയും, അല്ല, എൻ്റെ അച്ഛൻ പാവമാണ്. ഞാൻ പറഞ്ഞിട്ടാണ് അച്ഛൻ ഗംഗയെ കല്യാണം കഴിച്ചത്. അതെ, എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഗൗരിയുടെ അമ്മ പറയും, അതൊക്കെ നുണയാ മോളെ, നിന്നെ പറഞ്ഞു പറ്റിക്കുന്നതാണ്. അല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോയേ പറ്റൂ. എൻ്റെ അച്ഛൻ പാവമാണ്. എനിക്ക് ഗംഗയെ കാണണം. അപ്പോൾ ഗോകുൽ പറയും, അമ്മ ഇനി ഒന്നും പറയണ്ട. അവൾ കുറച്ചു നേരം കരയട്ടെ, പിന്നെ നിർത്തിക്കോളും. അപ്പോൾ ഗൗരിയുടെ അമ്മ പറയും, മോള് കരയണ്ട. കരയാതെ നല്ല കുട്ടിയായിട്ട് ഇരിക്കണം. കരഞ്ഞാൽ അങ്കിളിന് ദേഷ്യം വരും. ഇല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം.
അതേസമയം ഗംഗ മാള് പോയതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഗൗരി വരികയാണ്. ഗൗരി വന്നെന്നറിയുമ്പോൾ ഗംഗ പറയും, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എനിക്കറിയാം ഗംഗേ, ഞാനും എന്തു ചെയ്യുമെന്ന ടെൻഷനിലാണ്. എങ്ങനെയെങ്കിലും മാളുവിനെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ പോലീസും കോടതിയൊക്കെ ഇടപെട്ട സ്ഥിതിക്ക് നമ്മുടെ ബുദ്ധിയും തന്ത്രവും വെച്ച് നമുക്കൊന്നും ചെയ്യാനാവില്ല. ഞാൻ പോയിട്ട് മാളുവിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഗൗരി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് മഹി അവിടേക്ക് വരുന്നത്. മഹിയെ കാണുമ്പോൾ ഗംഗ മഹിയോട് ചോദിക്കും, നമ്മുടെ മാളുവിന് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ മഹിയേട്ടാ? അപ്പോൾ മഹി പറയും, ഞാൻ ഇന്ദ്രനെ കണ്ടിരുന്നു. നമ്മുടെ ഭാഗം നമ്മൾ കോടതിയിൽ തെളിയിക്കണം. കേസ് ജയിച്ചാലേ മാളുവിനെ നമുക്ക് തിരിച്ചു കിട്ടൂ. അപ്പോൾ ഗംഗ പറയും, അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശരിയാണ്, പക്ഷേ അത് നമ്മൾ കോടതിയിൽ തെളിയിക്കണം. ഗംഗ വിഷമിക്കേണ്ട, കോടതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും സത്യം തെളിയിക്കും. മാളുവിനെ നമ്മുടെ സ്വന്തമാക്കി തിരിച്ചു കൊണ്ടുവരും. അതേസമയം ഗൗരിയുടെ അമ്മ മാളുവിന് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ എത്ര നിർബന്ധിച്ചിട്ടും മാളു അതൊന്നും കഴിക്കാതെ എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് തന്നെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൗരിയുടെ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും മാളു ഭക്ഷണം കഴിക്കുന്നില്ല കേട്ടോ. അത് കാണുമ്പോൾ ഗൗരി വിചാരിക്കും, എൻ്റെ കുഞ്ഞ് കരഞ്ഞു തളർന്നല്ലോ. എന്തിനാണ് അമ്മേ എൻ്റെ കുഞ്ഞിനെ വെച്ച് ഇങ്ങനെ വാശി കാണിക്കുന്നത്? അവളെ അവളുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടു ചെന്നാക്ക്. മഹിയേട്ടനും ഗംഗയും മാളുവിനെ പൊന്നുപോലെ നോക്കും. അപ്പോഴേക്കും ഗോകുൽ വന്നിട്ട് ഇവിടെ എന്താ ബഹളം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാളുവിന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ചീത്ത പറയുകയാണ്. അത് കേട്ടതും മാളു അമ്മയെന്ന് വിളിച്ച് കരയാണ് കേട്ടോ. അപ്പോൾ ഗൗരി പറയും, എൻ്റെ മോളെ വിഷമിപ്പിക്കാതെ ഗോകുലേട്ടാ, അവളുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അപ്പോൾ ഗോകുൽ പറയും, അമ്മ ഇനി കൂടുതൽ നിർബന്ധിക്കാനൊന്നും നിൽക്കണ്ട, വിഷ്കുമ്പോൾ എടുത്ത് കഴിച്ചോളും, ഭക്ഷണം അവിടെ വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ഗോകുല് ഗൗരിയുടെ അമ്മയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഗൗരി വിചാരിക്കും, എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണം. അതിന് മാള് ഭക്ഷണം കഴിക്കാത്ത വിവരം ഗംഗയെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഗംഗയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയും, ഞാൻ മാളുവിനെ കണ്ടിരുന്നു ഗംഗയെ. അപ്പോൾ ഗംഗ പറയും, എനിക്ക് മാളുവിനെ ഒന്ന് കാണണം ചേച്ചി. മാളുവിന് സുഖമാണോ? അവർ മാളുവിനെ നന്നായി നോക്കുന്നുണ്ടോ? അപ്പോൾ ഗൗരി പറയും, മാളു വലിയ വിഷമത്തിലാണ്. അവൾ ആഹാരം ഒന്നും കഴിക്കുന്നില്ല. അമ്മ കുറേ നിർബന്ധിച്ചു, പക്ഷേ എന്നിട്ടും ഒരു തുണ്ട് പോലും അവൾ കഴിക്കുന്നില്ല. ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നാൽ അവൾക്ക് വയ്യാതാവും. ഇനി നമ്മൾ എന്തു ചെയ്യും ചേച്ചി? ഞാൻ വാരി കൊടുത്താൽ മാളു ആഹാരം കഴിച്ചേനെ. എനിക്ക് അവളെ കാണാതിരുന്നിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. ദൂരെ നിന്നെങ്കിലും മാളുവിനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയേനെ. അപ്പോൾ ഗൗരി പറയും, ഗംഗ വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അതേസമയം മഹി ഇന്ദ്രനെ കാണാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രനോട് പറയും, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ തിരിച്ചു കിട്ടേ പറ്റൂ. അപ്പോൾ ഇന്ദ്രൻ പറയും, നമുക്ക് ശ്രമിക്കാം മഹി. അപ്പോൾ മഹി പറയും, നീ നിന്റെ ക്ലയൻസിനോട് പറയുന്ന പോലെ വെറുതെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടാമെന്ന് വിചാരിക്കേണ്ട. എനിക്ക് എൻ്റെ മോളെ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇന്ദ്രൻ പറയും, എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കരുത് മഹി നീ. അപ്പോൾ മഹി പറയും, ഇത് അവിവേകമൊന്നും അല്ല. നിനക്കറിയില്ലേ, എനിക്ക് എൻ്റെ മാളുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ പറയുന്ന മഹിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.